ശക്തിയോടെ ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല. അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ തളിർവിടും. ഇന്ന് 2025 പരിശുദ്ധാത്മാവ് സ്തോത്രം ഞാനുമായി ബന്ധപ്പെട്ട്, സഭയുമായി ബന്ധപ്പെട്ട്, നിങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഇത് ആർക്കൊക്കെ വേണ്ടിയുള്ളതാണോ അവരൊക്കെ ഇന്ന് രാത്രി കർത്താവ് ഇവിടെ ഈ പകൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് മാത്രമല്ല സ്തോത്രം ഈ വീഡിയോയിൽ കാണുന്നവർക്കും കൂടി ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഈ 2025 വാഗ്ദത്തത്തെ ഈ രാത്രി ഞാൻ റിലീസ് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഇയ്യോബ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടി കിളിർക്കും. 2024-ലോ 2023-ലോ 2022-ലോ കഴിഞ്ഞ വർഷങ്ങളിലോ എവിടെയൊക്കെയോ ശത്രു നിന്നെ എന്ത് ചെയ്തു? പറഞ്ഞേ. വെട്ടി. ചെത്തി എന്നല്ല, പച്ചമ ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ നിന്നെ തുലയ്ക്കാൻ വേണ്ടി വെട്ടി, നിന്നെ തീർക്കാൻ വേണ്ടി വെട്ടി, നിന്നെ നശിപ്പിക്കാൻ വേണ്ടി വെട്ടി. പക്ഷേ അതിനെ വെട്ടിയാൽ പിന്നെയും ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടി കിളിർക്കും. പൊട്ടി, മനസ്സിലായില്ല? വെട്ടി തീരാൻ വേണ്ടി, ഒടുക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി. പക്ഷേ ആ വെട്ടി എന്നാൽ ഇന്ന് പകൽ നിന്നോടുള്ള ദൂത്, നീ പൊട്ടി. എവിടെ വെട്ടിയോ അതിൻ്റെ കീഴിൽ നിന്ന് പൊട്ടി കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതെ ഇരിക്കയില്ല. കാരണം ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. 2025 കാല് വയ്ക്കുമ്പം നിരാശയോടെയല്ല, താടിക്ക് കൈയും കൊടുത്തല്ല, വാടിയ മുഖത്തോടെയല്ല, പ്രത്യാശയോടെയാണ് കാല് വയ്ക്കാൻ. പ്രത്യാശയോടെ വേണം കാല് വയ്ക്കാൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ കഴിയും? അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ശത്രു നിന്നെ നശിപ്പിക്കാൻ വെട്ടി, പക്ഷെ നിന്നിൽ നിന്ന് പൊട്ടിക്കിളിർക്കും. ചിലത് പൊട്ടിക്കിളിർക്കും, ചിലത് പൊട്ടിക്കിളിർക്കും, ചിലത് പൊട്ടിക്കിളിർക്കും, ചിലത് പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല. അടുത്ത്, അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും. 24 പഴകിപ്പോയി. എന്തുവാ അതിൻ്റെ അർത്ഥം? എന്തുവാ അതിൻ്റെ അർത്ഥം? ഇനി ഇങ്ങനെ വണ്ടി ഓടുന്ന വരെ ഒന്ന് അല്ലേ, ഓടി എവിടെയെങ്കിലും ഇടിച്ചത് ഈ വണ്ടി നിൽക്കുന്നോ അവിടെ നിൽക്കണമെന്ന് 24 പറഞ്ഞു. പക്ഷെ 25 കർത്താവ് പറയുന്നു, വെള്ളത്തിൻ്റെ ഗന്ധം അത് കിളിർക്കും. ഒരു തൈ പോലെ. എന്താ ഈ തൈ? എന്താ തൈ? നീ ഉണങ്ങിയെന്ന് പറഞ്ഞില്ലേ?
പ്രതീക്ഷയൊക്കെ തീർന്നെന്ന് പറഞ്ഞില്ലേ, അവസാനിച്ചെന്ന് പറഞ്ഞില്ലേ, ആ സ്ഥാനത്ത് ഒരു പുതിയ ആരംഭം. ഒന്ന് രണ്ട് വാക്യം കൂടി ഇതിനെ സപ്പോർട്ട് ചെയ്തൊന്ന് വായിച്ചിട്ട് ആ ടൈറ്റിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞല്ലോ, പുതിയ സാക്ഷ്യമുണ്ടാകും. അതായിരുന്നു ദൂത്. ഈ വർഷത്തെ ദൂത് ഇന്ന് രാത്രി നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. യോബിൻ്റെ പുസ്തകം തന്നെ 19-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചേ. അവൻ എന്നെ, എന്തോ അതിൻ്റെ അർത്ഥം, നമ്മൾ മാത്രമല്ല എന്ത് ചെയ്തേ പഴകിപ്പോയത്, കെട്ടുപോയതല്ലേ, നമുക്ക് ചുറ്റും എന്ത് ചെയ്തു. അടുത്ത വാക്ക് അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ കഥ ഇവിടെ കഴിഞ്ഞെന്ന് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കഥ ഇവിടെ കഴിഞ്ഞെന്ന് ഒരു വൃക്ഷത്തെ പോലെ എൻ്റെ പ്രത്യാശയെ പറിച്ച് എന്നാൽ ഇതൊക്കെയാണെന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യെശയ്യാവ് 27:6, 11:1 പെട്ടെന്നൊന്ന് വായിച്ച്. യെശയ്യാവ് 27:6, 11:1. നമ്മളൊരു 10-15 മിനിറ്റ് നിർത്താൻ പോവാം. വരും കാലത്ത്, ഏതാ ഈ കാലം? ഉറക്കെ പറഞ്ഞേ. 2025. വിശ്വസിക്കാമോ? ഈ 2025 യാക്കോബ് പറഞ്ഞേ. അവിടെ എൻ്റെ പേരൊന്ന് ചേർത്തേ, അവിടെ നിങ്ങളുടെ പേരൊന്ന് ചേർത്തേ. ഈ 2025 വേരൂന്നുകയും ഇസ്രായേൽ തളർത്ത് പൂക്കുകയും അങ്ങനെ ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും കഴിഞ്ഞ നാളുകളിൽ ഫലമില്ലെന്ന്, പ്രയോജനമില്ലെന്ന്, യൂസ്ലെസ് എന്ന് പറഞ്ഞ നിന്നെ എൻ്റെ ദൈവം ഈ നാളുകളിൽ ഫലപൂർണമാക്കും. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ഇനി വായിച്ചേ 11:1 വായിച്ചേ 11:1. എന്നാൽ ഈശായിയുടെ കുട്ടിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. കേൾക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. 2025 നിങ്ങൾ ഫലപൂർണനായി തീരും. എന്നാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് നിങ്ങൾക്കുള്ള ദൂത്. നമുക്കുള്ള 2025 വാഗ്ദത്തം ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത് എന്നോട് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഞാൻ കേട്ട ഒരു ശബ്ദമാണ്. 2025 ഈ വരുന്ന ഈ 2025 ഈ 2025 ദൈവസഭ നമ്മൾ ഓരോരുത്തരും 2025 അഥവാ ഈ 2025 തളർക്കുന്ന വർഷമാണ്. എത്ര പേര് ഏറ്റെടുക്കുന്നു? 2025 തളർക്കുന്ന വർഷമാണ്. കരങ്ങൾ അടിച്ചൊന്ന് ആ ദൂതിന്ന പകൽ സ്വീകരിച്ച് തളർക്കുന്ന വർഷമാണ്. 2025 തളർക്കുന്ന വർഷമാണ്. ക്ഷയിച്ചു പോയിട്ടില്ല, വെട്ടിക്കളഞ്ഞിട്ടില്ല, ഉണങ്ങിപ്പോയിട്ടുണ്ടാകാം, പലരും സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഫസ്റ്റ്
എന്ന പോലെ ഫലപ്രദമായി തീരും. എന്നാൽ ഫസ്റ്റ് സ്റ്റേജ് 2025 ദൈവസഭ, നിങ്ങൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ മിനിസ്ട്രി തളർക്കുന്ന വർഷമാണ്. ഈ വീഡിയോയിൽ എന്നെ കാണുന്ന ഓരോരുത്തരെ നോക്കി, ഓരോ വ്യക്തികളെ നോക്കി, ഓരോ കുടുംബങ്ങളെ നോക്കി, ഓരോ തലമുറകളെ നോക്കി, ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഞാൻ ഈ പകൽ പ്രവചിക്കുന്നു, ഇത് തളർക്കുന്ന വർഷമാണ്. 2025 നിന്റെ ജീവിതം തളർക്കുന്ന വർഷമാണ്. വിശ്വസിക്കുന്നവരെ കരങ്ങളടിച്ച് ഇന്ന് വരെ കർത്താവിനെ മഹത്വപ്പെടുക. ഇത് തളർക്കുന്ന വർഷമാണ്. 2025 നീ തളർക്കും. നിന്റെ കുടുംബം തളർക്കും, നിന്റെ തലമുറകൾ തളർക്കും, നിന്റെ സഭ തളർക്കും. പാസ്റ്ററേ, 2025 തളർക്കും. ചില മേഖലകളിലൊക്കെ വെള്ളത്തിന്റെ ഗന്ധം ഇന്ന് പകൽ അടിക്കാൻ പോവാ. ഉണങ്ങിക്കിടക്കുന്ന ചിലതെല്ലാം, പട്ടുപോയെന്ന് പറഞ്ഞ ചിലതെല്ലാം ഇതാ തളർക്കുന്ന 2025 തന്റെ ദാസനെ ഇന്ന് രാത്രി ആ പ്രോഫറ്റിക് വേർഡ് ഈ രാത്രി ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. In the name of Jesus, 2025 തളർക്കട്ടെ. അഭിഷേകത്തിനോട് ശക്തമായ ദൈവാത്മ പറയുന്നു, ദേവദാസനെ അങ്ങ് മാത്രമല്ല, അങ്ങയുടെ ചുറ്റും തളർക്കും. ഈ തളർക്കുന്ന അനുഭവം അടുത്തുള്ള മേഖലകളിലേക്ക് അത് കണക്റ്റ് ആകും. വലിയ ചേഞ്ച് തൻ്റെ ദാസന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ മാത്രമല്ല, അങ്ങയുടെ കുടുംബവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന, ശുശ്രൂഷയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന പലരിലേക്കും ഈ ഒരു തളർപ്പ്, ഇതിൻ്റെ ഒരു പച്ചപ്പ്, ഇതിൻ്റെ ഒരു ഫലം, അതിൻ്റെ ഗുണം, അതിൻ്റെ ഒരു നന്മ അങ്ങനെ ഏതാണ്ട് 2025 സംഭവിക്കാൻ പോവുകയാണ്. റിസീവ് ചെയ്താട്ടെ. തളർക്കും. ഉറക്കെ പറഞ്ഞേ. ഞാൻ തളർക്കും. അത് പറഞ്ഞ് ആരാധിക്കേ. ഞാൻ തളർക്കും. ഇന്ന് രാത്രി വിശ്വാസം പറഞ്ഞേ, കൈവച്ച് പറഞ്ഞേ, ഞാൻ തളർക്കും. എന്റെ കുടുംബം തളർക്കും. എന്റെ തലമുറകൾ തളർക്കും. എന്റെ മിനിസ്ട്രി തളർക്കും. എന്റെ സഭ തളർക്കും. എന്റെ ദേശം തളർക്കും. ഉണങ്ങിപ്പോയതൊക്കെ തളർക്കും. വെട്ടിയെടുത്തൊക്കെ തളർക്കും. ക്ഷയിച്ചു പോയതൊക്കെ തളർക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. തളർക്കും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. 2025 തളർക്കുന്ന വർഷമാണ്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ആമേൻ. ആമേൻ. ഇതുപോലെ എനിക്കറിയത്തില്ല, പ്രാർത്ഥനാ മുറിക്കകത്ത് ഞാൻ ദിവസം ഇരിക്കുമ്പോൾ എന്നെ പരിശുദ്ധാത്മാവിനെ കാണിച്ചു. എന്തോ ഒരു ഭയങ്കരമായൊരു കാറ്റ്, ആമേൻ, ഒരു കാറ്റിങ്ങനെ, സ്തോത്രം, ഈ ഉൾക്കടലുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാറ്റിങ്ങനെ ഭയങ്കരമായി, അതെവിടെ എങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു കാറ്റടിക്കുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് കാണിച്ചു. 2025 ഈ കാറ്റുമായി ബന്ധപ്പെട്ട് എങ്ങണ്ട ഒരു വല്ലാത്തൊരു കാറ്റ്, എന്തോ ചില നാശനഷ്ടങ്ങൾ വരുത്തുന്നത് പോലുള്ളൊരു കാറ്റ്
ഇങ്ങനെ വരുന്നൊരു കാഴ്ച ദൈവാത്മാവെന്നെ കാണിച്ചു. റബല ഹത്തുരഗമന ഘടകസി അധ്വർജനാഥന ഘടകസി. അതുപോലെ മറ്റൊരു ഭാഗം കൂടെ പരിശുദ്ധാത്മാവെൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ നൽകി. 2025 ആമേൻ, സ്തോത്രം, ആമേൻ, സ്തോത്രം. എനിക്കറിയത്തില്ല, ഒരു അപ്രതീക്ഷിതമായ എങ്ങാണ്ടൊരു രാഷ്ട്രീയ തലങ്ങളിൽ എന്തൊക്കെയോ വല്ലാത്തൊരു ഒരു ചലനത്തിൻ്റെ ഒരനുഭവം. സ്തോത്രം. എന്തൊക്കെയോ ചില മാറ്റങ്ങൾ പോലെ, എന്തൊക്കെയോ ചില ഒരു ഇളക്കം പോലൊരു അനുഭവം രാഷ്ട്രീയ തലങ്ങളുടെ ഉള്ളറകളിൽ, അത് വല്ലാത്ത ചില മേഖലകളിൽ ബാധിക്കുന്നത് പോലെയുള്ള ചിലത് 2025 സംഭവിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവസഭ തളർക്കുമ്പോൾ മറു ചില ഭാഗങ്ങൾ, ചില കാറ്റുകൾ, ചില ഇളക്കങ്ങൾ ചില മേഖലകളിൽ 2025 സംഭവിക്കാൻ പോകുകയാണ്. കേൾക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായി ദൈവസഭയ്ക്ക്, ദൈവജനത്തിന് പ്രാർത്ഥിക്കാം. സ്തോത്രം. ആമേൻ. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല. സ്തോത്ര. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിക്കാം ഈ സമയം. സ്തോത്രം. നമ്മളെല്ലാവരും ആമേൻ 2025 ആദ്യത്തെ സ്തോത്ര കാഴ്ച കൊടുക്കാൻ പോവുകയാണ്. എല്ലാവരും പറയുന്നത് ആദ്യത്തെ വർഷം, ഞാനും അങ്ങനെ പറയാറുള്ളത്. അല്ലെങ്കിൽ ഇന്നത്തെ ഇച്ചിരി ഒന്ന് മാറ്റി പിടിക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ ദൈവദാസ ശുശ്രൂഷ വന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ തോന്നൊരു ചിന്തയാണ്, ഒന്ന് മാറ്റി പിടിക്കാം. നമ്മളെല്ലാ വർഷവും പറയുന്നത് സ്തോത്രം, നമുക്കുള്ളതിൽ ഏറ്റവും വലുതല്ലേ അല്ലേ? വലുത് കൊണ്ടുവന്നവർക്ക് വലുതിടാം, അത് വേറെ കാര്യം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് രാത്രിയിൽ ഏറ്റവും നല്ലതെന്ന പദത്തിനപ്പുറം ഞാൻ ഇന്ന് രാത്രിയിൽ, ഈ പകൽ ഞാൻ ഇങ്ങനെ പറയുന്നു, നല്ല മനസ്സോടെ കൊടുക്കാം. ഈ വർഷത്തിൻ്റെ ആരംഭ സ്തോത്ര കാഴ്ച. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എനിക്കറിയാം നിങ്ങൾ സ്തോത്ര കാഴ്ച എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. അപ്പോൾ നമ്മൾ നല്ലത് തന്നെ, അതേ സമയത്ത് നല്ല ഹൃദയത്തോടെ, നല്ല മനസ്സോടെ ഇന്ന് പകൽ നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ സ്തോത്ര കാഴ്ച നമ്മൾ നിക്ഷേപിക്കുമ്പോൾ, ഈ 2025 ഫൈനാൻഷ്യൽ ഒരു അല്ലേ ദൂതെന്താണ് പറഞ്ഞേ? തളർക്കും. എന്താണ് തളർക്കും? ഒരു തളർക്കുന്ന നമ്മുടെ ഫൈനാൻഷ്യൽ മേഖലകൾ. കേട്ടോ ജോയ് ബ്രദറെ? ഓ ബ്രദറാണ് ഭയങ്കര ഇവിടെ ഇരിക്കുന്നത്, വല്ലാത്തൊരവസ്ഥ ഇരിക്കുന്നത് ബ്രദറാ. ഞാൻ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഫൈനാൻഷ്യൽ മേഖല 2025 തളർക്കട്ടെ. സജി ബ്രദറെ പരിചയപ്പെട്ട അന്ന് മുതൽ പറയുന്ന ഒരു കാര്യമാണ്, ഒരു ജോലി, സ്ഥിരമായൊരു ജോലി. എല്ലാവർക്കും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, പാസ്റ്റർക്കൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അപ്പോൾ ഇന്ന് പകൽ ഈ 2025 തളർക്കാൻ പോകുകയാണ്. സ്തോത്രം. ഞാനിപ്പോൾ ഇവിടെ നിന്നൊരു ആഗ്രഹം, എൻ്റെ ഒരു ഉള്ളിലൊരു വന്നൊരു ആഗ്രഹമാണ്. 2025 ഒന്നാമത്തെ ദിവസം ചില സമയത്ത് എൻ്റെ കാര്യം പോലെ എങ്ങനാന്ന് ചിന്തിക്കുന്നൊരു സമയമുണ്ട്, എൻ്റെ കുടുംബകാര്യം എങ്ങനാന്ന് ചിന്തിക്കുന്ന സമയമുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, 2025 അവസാനം, സ്തോത്രം, എൻ്റെ ഒരു ആഗ്രഹമാണ്, പ്രവചനമൊന്നുമല്ല, 2025 അവസാനം ഒരു ഫാമിലിയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നൊരു തലത്തിലേക്ക്, അസൂയയില്ലാത്തവർ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഒത്തിരി പാവപ്പെട്ട ദൈവമക്കളുണ്ട്, മിഷണറി ആയിട്ടൊക്കെ അല്ലേ ദൈവസനെ. സ്തോത്രം. ഒത്തിരി ദൈവദാസന്മാരുണ്ട് അല്ലേ, വല്ലാത്ത കഷ്ടപ്പെടുന്ന, നമ്മളെക്കാപ്പൊന്നും അല്ല,
നമ്മളൊന്നുമല്ല. സ്തോത്രം. അപ്പോൾ അങ്ങനെ ഒരാളെയെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കരങ്ങൾ ഇന്ന് പകൽ തളർക്കാൻ പോകുകയാണ്. നമ്മുടെ പേഴ്സുകൾ, നേരത്തെ ദേവദാസൻ പറഞ്ഞ പോലെ ആ പുറകിയിരിക്കുന്ന പേഴ്സൊക്കെ തളർക്കാൻ പോകുകയാണ്. സ്തോത്ര. പാസ്റ്റർ വിശ്വാസത്തിൽ കൈവച്ച് തുടങ്ങി. ആമേ. തളർക്കാൻ പോവാ. സ്തോത്രം പറഞ്ഞേ. യെശയ്യാവിൽ നമ്മൾ വായിച്ചെന്താ? ഫലപൂർണമാകും അല്ലേ? സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെയൊക്കെ പേഴ്സുകൾ ഇനിയും അല്ലേ, ഇന്ത്യൻ രൂപകൾ മാത്രമല്ല അല്ലേ, ഇന്റർനാഷണൽ കറൻസികൾ നമ്മുടെ പേഴ്സിൽ തളർക്കുന്ന ഒരു വർഷമാക്കി. ഇത് അത്യാഗ്രഹമല്ല. സ്തോത്ര. ഹല്ലേലൂയ. അത് വന്നാലേ ചിലതൊക്കെ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്ര. വന്നാലേ മതിയാകത്തുള്ളൂ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കട്ടെ. എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. ആ സ്തോത്ര കാഴ്ചകളെല്ലാം കരങ്ങളിലെടുത്തേ. എല്ലാ ദൈവമക്കളും ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. നിങ്ങളുടെ കരങ്ങൾ തളർക്കാൻ പോവുകയാണ്. നമ്മളിതിനെ ഇന്ന് ഈ ആരംഭ ദിവസം നമ്മളിതിനെ വിതയ്ക്കുകയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വിതയ്ക്കുക. ഈ വർഷത്തിൽ തന്നെ 30, 60, 100 മേനി നിന്റെ ഭവനമാകുന്ന, നിന്റെ സാമ്പത്തിക മേഖലകൾ ആകുന്ന വയലുകൾ ഇന്ന് വല്ലാതെ വരണ്ട് കിടക്കുന്നതായിരിക്കാം. പക്ഷെ ഇന്ന് ഈ പകൽ, ഈ വർഷത്തിൻ്റെ ആരംഭ മണിക്കൂറുകളിൽ, മിനിറ്റുകളിൽ ഞാൻ നിങ്ങളുടെ കരങ്ങളെ നോക്കി പ്രവചിക്കുന്നു. തളർക്കട്ടെ. എല്ലാ ശൂന്യതകളും മാറട്ടെ. വരുമാന സ്രോതസ്സുകൾ തുറക്കട്ടെ. ബാധ്യതകളിൽ നിന്ന് അനേകരെ സഹായിക്കുന്നവരായി മാറട്ടെ. ഇന്ന് പലിശ കൊടുക്കുന്ന കരങ്ങൾ, ഇന്ന് EMI അടയ്ക്കുന്ന കരങ്ങൾ, അനേകരെ സഹായിക്കുന്ന കരങ്ങളായി ഈ കരങ്ങൾ മാറട്ടെ. In the name of Jesus. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കരങ്ങളെ, ഈ വ്യക്തികളെ, ഈ കുടുംബങ്ങളെ, ഇവരുടെ തലമുറകളെ, ഇവരുടെ ഭവനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. മഹത്വം മുഴുവനും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.